ഏത് അഭൗതികമായ കഴിവ് സഹായങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറയുന്ന ഒരൊറ്റ തഫ്സീർ ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞവരൊക്കെ മുഴുവൻ സഹായവും, ഭൗതികവും അഭൗതികവുമായ മുഴുവൻ സഹായവും അള്ളാഹുവെ നിന്നോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഭൗതികമായ സഹായങ്ങൾ റേഷൻ കടയിൽ പോവലാലും ശരി, ഡോക്ടറെ അടുത്ത് പോവാലും ശരി, ഏതാണെങ്കിലും അത് അള്ളാഹു അല്ലാത്ത ആളുകളോട് നമ്മൾ ചോദിക്കുന്നു. അത് ഈ ആയത്തിന് വിരുദ്ധമല്ലെന്ന് നിങ്ങൾ പറഞ്ഞു എങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതേ വീക്ഷണത്തിൽ അള്ളാഹു ഇതിന് നൽകിയ ഒരു സബബാണ്, ഒരു കാരണമാണ് എന്ന അടിസ്ഥാനത്തിലാണല്ലോ ഡോക്ടറുടെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നത്. അതല്ലാതെ ഡോക്ടർ അള്ളാഹുവിനെ പോലെ സ്വയം പര്യാപ്തരായി സ്വമതീയത്തുള്ള എല്ലാം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ എല്ലാ മുസ്ലിമീങ്ങൾ ഡോക്ടറുടെ അരികിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പോക്ക് തകരാറില്ല, തെറ്റില്ല. നിങ്ങളും ഞങ്ങളും പറയുന്നു. അതേ അവസരത്തിൽ അതേ രൂപത്തിൽ തന്നെ അതേ ചിന്ത, ഏത് ഡോക്ടർ സ്വയം പര്യാപ്തനല്ല, സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവനല്ല എന്ന് ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ഔലിയാക്കളെ കുറിച്ചും ചിന്തിച്ചാൽ പ്രശ്നം തീർന്നു. അതാണ് നമുക്കറിയാത്തത്. ഔലിയാക്കന്മാർ, മുഹയ്യദ്ദീൻ ശൈഖ്, ബദരീങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് സഹായം ചോദിക്കുമ്പോഴും ഇതിന് അള്ളാഹു വെച്ചൊരു കാരണമാണ്. സ്വയമായി കഴിവ് ഇവർക്കില്ല, അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടാണ് സഹായിക്കുന്നത് എന്ന വിശ്വാസം വെച്ചുകൊണ്ട് ഇവരോട് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കുന്ന അതേ അവസ്ഥ തന്നെ വരികയുള്ളൂ. അവിടെയാകുമ്പോ ശിർക്കാവും. അത് പിന്നെ അമ്പിയാക്കന്മാരാകുമ്പോഴേക്ക് ഏതായാലും ശിർക്കാവും എന്ന് നിങ്ങൾ സ്വയമായി ധരിച്ചാൽ അത് ഇസ്ലാമിൽ പ്രമാണമല്ല. അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരോട് സഹായം ചോദിക്കൽ, അതായത് അവർ ഇലാഹാണെന്നോ അവർക്ക് സ്വയമായ കഴിവുണ്ടെന്നോ വിശ്വാസമില്ലാതെ അല്ലാഹു അവർക്ക് നൽകുന്ന മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കും എന്ന വിശ്വാസത്തോടെ അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതിന് യാതൊരു തെറ്റുമില്ല. അത് തെറ്റാണ്, ശിർക്കാണെന്ന് വിശുദ്ധ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് കൊണ്ട് തെളിയിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം അങ്ങ് പറഞ്ഞത് കൊണ്ടായില്ല, നിങ്ങളുടെ ആ ധാരണ തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും, അഭൗതികമായ സഹായവും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറ്റും. ഭൗതികമായ സഹായം ചോദിക്കുമ്പോൾ ഒരു സ്വയമായ കഴിവുള്ളയാളാണ് എന്ന് കരുതിയിട്ടല്ല ഡോക്ടറോട്, റേഷൻ കടയിലുള്ള ആളുകളോട്, നമ്മുടെ സുഹൃത്തിനോട്, ഭാര്യയോട്, മാതാപിതാക്കളോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ ശൈഖ് ആണെങ്കിലും മരിച്ചവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരോട് സഹായം ചോദിക്കുമ്പോഴും ഇതേ വീക്ഷണഗതി അവിടെയും വെച്ചു കൊടുത്താൽ ഒരിക്കലും ശിർക്ക് വരില്ല.